ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. ദേശീയ കർഷക ദിനം. ഇന്ന് ദേശീയ കർഷക ദിനം. ഇന്ത്യയുടെ 5ാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന ചൗധരി ചരൺ സിംഗിന്റെ ജന്മദിനമാണ് രാജ്യം ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത്. 1902 ഡിസംബർ 23-ന് ഉത്തർപ്രദേശിലെ ഒരു ഇടത്തരം കർഷക കുടുംബത്തിൽ ജനിച്ച ചരൺ സിംഗ് ഗാന്ധിജിയുടെ ആശയങ്ങളിൽ ആകൃഷ്ടനായി സ്വാതന്ത്ര്യ സമര രംഗത്തേക്ക് എത്തുകയും പിന്നീട് കർഷക പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടനാവുകയും ചെയ്തു. ഗ്രാമീണ ഇന്ത്യയിൽ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറെക്കാലവും അദ്ദേഹം ചെലവിട്ടത്. ഉത്തർപ്രദേശ് കൃഷിമന്ത്രിയായും മുഖ്യമന്ത്രിയായും ഏറെനാൾ സേവനമനുഷ്ഠിച്ച അദ്ദേഹം 1979-ൽ ഹ്രസ്വകാലത്തേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയായും സേവനമനുഷ്ഠിച്ചു. ഗ്രാമീണ ജനതയ്ക്ക് വിദ്യാഭ്യാസം നൽകുന്നതിലും കർഷകർ നേരിടുന്ന അനീതികൾക്കെതിരെ പ്രതികരിക്കാൻ അവരെ പ്രാപ്തരാക്കുന്നതിലുമാണ് തന്റെ രാഷ്ട്രീയ ജീവിതത്തിലുടനീളം അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. 2001 മുതലാണ് ചരൺ സിംഗിന്റെ ജന്മദിനം ദേശീയ കർഷക ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. കർഷകർ രാജ്യത്തിന് നൽകുന്ന അമൂല്യ സംഭാവനകൾക്കുള്ള ആദരമായാണ് വർഷം തോറും ഡിസംബർ 23 ദേശീയ കർഷക ദിനമായി ആചരിച്ചു വരുന്നത്. രാജ്യത്തിന്റെ സമ്പദ്ഘടനയുടെ നെടുംതൂണാണ് ഇന്ന് കാർഷിക മേഖല. സ്വാതന്ത്ര്യാനന്തര ഭാരതം നേരിട്ട രൂക്ഷമായ ഭക്ഷ്യക്ഷാമത്തിൽ നിന്നും ഇന്ന് ഭക്ഷ്യധാന്യങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി ഇന്ത്യ മാറിക്കഴിഞ്ഞു. പയറുവർഗ്ഗങ്ങളുടെ ഉൽപ്പാദനത്തിൽ ലോകത്ത് 1-ാം സ്ഥാനത്തും നെല്ലരിയുടെ ഉൽപ്പാദനത്തിൽ 2-ാം സ്ഥാനത്തും എത്താൻ രാജ്യത്തിന് കഴിഞ്ഞു. മറ്റ് കാർഷിക വിളകളുടെ ഉൽപ്പാദനത്തിലും ഇന്ത്യ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയിലെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളും സംസ്ഥാന തലങ്ങളിലുള്ള കർഷക ക്ഷേമ പദ്ധതികളുമാണ് കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകിയിട്ടുള്ളത് എന്ന കാര്യം നിസ്സംശയം പറയാനാകും. ചെറുകിട കർഷകർക്ക് പെൻഷൻ നൽകുന്ന പ്രധാനമന്ത്രി കിസാൻ മൻധൻ യോജന, പ്രകൃതിക്ഷോഭം മൂലമുണ്ടാകുന്ന വിളനാശത്തിന് നഷ്ടപരിഹാരം നൽകുന്ന പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന, കിസാൻ ക്രെഡിറ്റ് കാർഡ്, കാർഷിക അടിസ്ഥാന സൗകര്യ വികസന ഫണ്ട് തുടങ്ങി കർഷകരുടെ ക്ഷേമത്തിനായി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നടപ്പിലാക്കി വരുന്ന പദ്ധതികൾ കർഷകർക്ക് സ്ഥായിയായ വരുമാനം ലഭ്യമാക്കുന്നതിലും അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിലും കാര്യമായ പങ്കുവഹിക്കുന്നതായി സംസ്ഥാന കൃഷിവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ പ്രമോദ് മാധവൻ വാർത്താ തരംഗിണിയോട് പറഞ്ഞു. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികം രാജ്യം ആചരിക്കുന്ന വേളയിൽ കർഷകന്റെ വരുമാനം ഇരട്ടിയാക്കണം എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കർഷകർക്കായി നിരവധി പദ്ധതികൾ നടപ്പിലാക്കി. അവ ഇന്നും തുടർന്നു വരുന്നു. കൃഷിഭൂമി സ്വന്തമായുള്ള കർഷക കുടുംബങ്ങൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എല്ലാ വർഷവും 6000 രൂപ വീതം നൽകുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ യോജന പദ്ധതിയാണ് അവയിൽ ഏറ്റവും വലുത്. 27 ലക്ഷം കുടുംബങ്ങൾക്ക് കേരളത്തിൽ ഈ പദ്ധതി വഴി ആനുകൂല്യം ലഭിച്ചു വരുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ രൂക്ഷത ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് കാർഷിക മേഖലയാണ്. അതിന്റെ കെടുതികളിൽ നിന്നും കർഷകനെ രക്ഷിക്കുന്നതിനായി പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയുടെ ഭാഗമായി കാലാവസ്ഥ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കി വരുന്നു. ഇതോടൊപ്പം കേരള സർക്കാർ സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതിയും നടപ്പിലാക്കി വരുന്നു. കാർഷിക യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ സബ് മിഷൻ ഓൺ അഗ്രി മെക്കനൈസേഷൻ അഥവാ സ്മാം പദ്ധതി കഴിഞ്ഞ 10 വർഷമായി നടപ്പിലാക്കി വരുന്നു. വ്യക്തിഗത ആനുകൂല്യമായി 40 മുതൽ 50% വരെ സബ്സിഡിയും കർഷക സംഘങ്ങൾക്ക് 80% വരെ സബ്സിഡിയും ഇതിലൂടെ നൽകി വരുന്നു. സൂക്ഷ്മ ജലസേചന മാർഗങ്ങൾ അവലംബിക്കുന്നതിനായി കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് പദ്ധതി വഴി 50 മുതൽ 55% വരെ സബ്സിഡി പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന എന്ന പദ്ധതിയിലൂടെ കർഷകർക്ക് നൽകി വരുന്നു. പരിസ്ഥിതി സൗഹൃദ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി നടപ്പിലാക്കി വരുന്നു. പ്രോജക്റ്റ് അടിസ്ഥാനത്തിൽ അടിസ്ഥാന സൗകര്യത്തിന്റെ വികസനത്തിനായി രാഷ്ട്രീയ കൃഷി വികാസ് യോജന കേന്ദ്രാവിഷ്കൃത പദ്ധതിയായി നടപ്പിലാക്കി വരുന്നു. ഭക്ഷ്യ എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി
നാഷണൽ മിഷൻ ഓൺ എഡിബിൾ ഓയിൽ എന്ന പദ്ധതി നടപ്പിലാക്കി വരുന്നു. എണ്ണപ്പന കൃഷിക്കാണ് ഇതിലൂടെ പ്രോത്സാഹനം ലഭിക്കുന്നത്. കാർഷിക സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനും സംഭരണ സംസ്കരണ പ്രോജക്റ്റുകൾ സ്ഥാപിക്കുന്നതിനുമായി അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് പദ്ധതി നടപ്പിലാക്കി വരുന്നു. ഭക്ഷ്യ സംസ്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രധാനമന്ത്രി ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് എന്റർപ്രൈസസ് എന്ന പദ്ധതി വഴി അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കും യന്ത്ര സൗകര്യങ്ങൾക്കും കെട്ടിടങ്ങൾക്കുമായി സബ്സിഡികൾ നൽകി വരുന്നു. ബാങ്കുകൾ വഴി ലളിതമായ നടപടിക്രമങ്ങളിലൂടെ കൃഷിക്ക് പ്രവർത്തന മൂലധനം 3% പലിശ ഇളവോടെ കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി വഴി നൽകുന്നു. കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന നബാർഡ് വഴി അടിസ്ഥാന സൗകര്യ വികസനത്തിനായി റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് അഥവാ RIDF, റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ അസിസ്റ്റൻസ് ഫോർ സ്റ്റേറ്റ്സ് അഥവാ റിയാസ് എന്ന പദ്ധതികളിലൂടെ സംസ്ഥാന സർക്കാരുകൾക്ക് ദീർഘകാല വായ്പകൾ നൽകുന്നു. കൂടാതെ കാർഷിക മേഖലയെ സഹായിക്കാനായി മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയും നടപ്പിലാക്കി വരുന്നു. രാജ്യത്തെ കാർഷിക രംഗം ഇന്ന് ആധുനികവൽക്കരണത്തിന്റെ പാതയിലാണ്. നൂതനാശയങ്ങൾ അവലംബിച്ചുകൊണ്ട് ശാസ്ത്രീയമായ രീതിയിൽ കൃഷി ചെയ്യാൻ ഇന്ന് കർഷകർ സജ്ജരായി കഴിഞ്ഞു. പുതിയ പുതിയ കാർഷിക അറിവുകളും പരിശീലനങ്ങളും നേടാൻ ഇന്ന് നമ്മുടെ രാജ്യത്ത് സൗകര്യങ്ങളേറെയാണ്. രാജ്യത്തെമ്പാടുമുള്ള കൃഷിവിജ്ഞാന കേന്ദ്രങ്ങൾ കർഷകർക്ക് പിന്തുണയുമായി രംഗത്തുണ്ട്. ഇടുക്കി ജില്ലയിലെ ശാന്തൻപാറ കൃഷിവിജ്ഞാന കേന്ദ്രം കോർഡിനേറ്റർ ഡോക്ടർ മാരിമുത്തു. ഇവിടത്തുള്ള പ്രധാന വിളകളിൽ ഏത് സംശയമാണാലും 6 മേഖലയിൽ ഇവിടെ മേധാവികളുണ്ട്. അപ്പോൾ ഓരോരോ മേധാവിയും ഓരോരോ ഡിസിപ്ലിനാണ്. ഇതോടൊപ്പം വിവിധ ICR ഡയറക്ടറേറ്റ്സ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലിருந்து വേറെ വേറെ സ്കീം വഴി കുറച്ചുകൂടെ ഫണ്ട് എടുത്ത് അതോടെ പട്ടികവർഗത്തിനും അതുപോലെ SC പീപ്പിൾസിനും ഒരുപാട് സ്കീംസ് വഴി ഈ പുതിയ പുതിയ ടെക്നോളജിയെ ഞങ്ങൾ എത്തിച്ചേർക്കാറുണ്ട്. അതുപോലെ നാച്ചുറൽ ഫാമിങ്ങിൽ നമ്മളുടെ കൃഷി വിജ്ഞാന കേന്ദ്രത്താണ് കേരളത്തിൽ ഒരു ഐഡൻറ്റിഫൈ സെൻ്ററാണ്. അതുപോലെ പരിശീലനത്തിൽ 1 ഡേ പരിശീലനമുണ്ട്, ഒരാഴ്ച പരിശീലനമുണ്ട്, 1 മാസം പരിശീലനമുണ്ട്. കൂൺ കൃഷി, അതുപോലെ തേനീച്ച കൃഷി, അതുപോലെ വെർമി കമ്പോസ്റ്റ്, മണ്ണിര, അതുപോലെ നഴ്സറി മാനേജ്മെൻറ്റ്, അസോള, അതുപോലെ വിവിധ പരിശീലനം ഇവിടെ കൊടുക്കാറുണ്ട്. അതുപോലെ ബയോ ഇൻപുട്സ്, മിത്രകുമിൽകൾ. ഇപ്പോൾ ഇവിടത്തുള്ള പ്രധാന വിളകൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഏലമും കുരുമുളകും ഇതുപോലുള്ള സ്പൈസ് ക്രാപ്സാണ്. ഇതിൽ ഒരുപാട് രോഗവും കീടം വരുന്നുണ്ട്. ഇതൊക്കെ ജൈവത്തിലോട്ട് ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടി ഇവിടെ നിന്ന് നമുക്ക് കൃഷി കേന്ദ്രത്തിൽ ഏകദേശം 36ഓളം പ്രോഡക്ട്സ് ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കൃഷിയുടെ പുനരുജ്ജീവനത്തിനും കാർഷിക മേഖലയുടെ ആധുനികവൽക്കരണത്തിനുമായി സർക്കാർ ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നത് സ്വാഗതാർഹമാണെങ്കിലും ചിലപ്പോഴെങ്കിലും പദ്ധതികളിലെ ചില സാങ്കേതിക തടസ്സങ്ങൾ കർഷകർക്കും സംരംഭകർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായും അത് പരിഹരിക്കുന്നതിന് അധികൃതരുടെ ഭാഗത്തു നിന്നും അനുകൂല സമീപനം ആവശ്യമാണെന്നും തൊടുപുഴയിലെ കാർഷിക സംരംഭമായ കാഡ്സിന്റെ ചെയർമാൻ KG ആന്റണി പറഞ്ഞു. കേരളത്തിൽ കാർഷിക സംരംഭങ്ങൾ ഇന്ന് മറ്റേതൊരു കാലഘട്ടത്തേക്കാൾ വളരെ കൂടുതലായി പ്രചരിച്ചു വരികയാണ്. നിരവധി ഏജൻസികളുടെ സപ്പോർട്ടും അതോടൊപ്പം തന്നെ കർഷക കൂട്ടായ്മകളുടെ പ്രസക്തിയും വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ കാർഷിക സംരംഭങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഓരോ പ്രദേശവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ നബാർഡിന്റെയും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് പോളിസി അനുസരിച്ച് 10,000 ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നതിനാണ് തീരുമാനിച്ചിരുന്നത്. അത് ഏതാണ്ട് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യുകയും അങ്ങനെ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾ പലതും പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ ഈ പ്രവർത്തനം ആരംഭിച്ച സംരംഭങ്ങളെ മുന്നോട്ട് കൈപിടിച്ച് നടത്തുന്നതിൽ പലയിടത്തും നമുക്ക് കാതലായ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് അംഗീകരിക്കാൻ ആവില്ല. കാരണം ഇത് കണ്ട് നമ്മൾ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയില്ല എങ്കിൽ ഒരുപക്ഷെ നാളുകളിൽ ഇതൊരു പരാജയത്തിന്റെ ഏടുകളായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കേരളം പോലെയുള്ള സംസ്ഥാനം ഉപഭോക്തൃ സംസ്ഥാനമാണ്. ആ ഉപഭോക്തൃ സംസ്ഥാനത്തിൽ ഉപഭോക്താക്കളുടെ മനസ്സെന്ന് പറയുന്നത് പലപ്പോഴും ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റിയേക്കാൾ കൂടുതൽ ഉൽപ്പന്നങ്ങളുടെ പാക്കിങ്ങിലും അതിൻ്റെ കളറിങ്ങിലും അതിൻ്റെ പരസ്യത്തിലും കേന്ദ്രീകരിച്ചാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വൻകിട കമ്പനികളുടെ ഉൽപ്പന്നങ്ങളുമായി കിടപിടിക്കുന്നതിന് കഴിയുന്ന തരത്തിൽ നമ്മുടെ ഉൽപ്പന്നങ്ങളെ, നാടൻ ഉൽപ്പന്നങ്ങളെ പ്രൊമോട്ട് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ സംരംഭങ്ങൾ തുടങ്ങിയ ആളുകൾ നിലനിൽക്കുന്ന ഒരു പ്രധാന പ്രശ്നം അവർക്ക് കിട്ടുന്ന സപ്പോർട്ടിംഗ് മണിയാണ്. ആ സപ്പോർട്ടിംഗ് മണിയിൽ ഇവരെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി കൊടുക്കുന്ന വർക്കിംഗ് ക്യാപിറ്റൽ ഒഴികെയുള്ള ബാക്കി പണമാണ് അവർക്ക് ലഭ്യമാകുക. പക്ഷേ വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ള കോളം 3 വർഷം കഴിഞ്ഞ് മാത്രമേ ബാങ്കുകൾ അവർക്ക് കൊടുക്കാൻ തയ്യാറാവുന്നുള്ളൂ. അതുകൊണ്ട് സംരംഭങ്ങൾ വിജയിക്കണമെങ്കിൽ ഗവൺമെന്റ് പ്രഖ്യാപിച്ചുള്ള ആനുകൂല്യങ്ങൾ മുൻകൂറായി തന്നെ അവർക്ക് ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രക്രിയ എന്ന് വിചാരിച്ച് ബാങ്കിന്റെ പണം കളയണമെന്നോ അല്ലെങ്കിൽ വെറുതെ പണം വാരിക്കോരി കൊടുക്കണമെന്നോ അല്ല. നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സംരംഭകരെ കണ്ടെത്തി അവർക്ക് ആ പണം ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിന്റെ പൊതുധാരയിലേക്ക്, പൊതു ഖജനാവിലേക്ക് വരുമാനം വർദ്ധിപ്പിക്കത്തക്ക രീതിയിൽ കാർഷിക മേഖലയ്ക്ക് മുന്നേറ്റം കൈവരിക്കാൻ കഴിയുന്ന തരത്തിൽ ഇത് പ്രൊഡക്റ്റീവായി മാറ്റണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ. നമ്മുടെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയും കാലാവസ്ഥയും മണ്ണിന്റെ പ്രത്യേകതകളുമെല്ലാം
വ്യത്യസ്തമായ വിളരീതികൾക്ക് അനുയോജ്യമാണ്. ഭക്ഷ്യവിളകൾ മാത്രമല്ല, നാണ്യവിളകളും തോട്ടവിളകളും നമ്മുടെ കാർഷിക മേഖലയിൽ ഗണ്യമായ പങ്കുവഹിക്കുന്നു. ഇത്തരത്തിൽ ജാതി കൃഷിയിൽ പുതുമകൾ തേടുന്ന ഇടുക്കിയിൽ നിന്നുള്ള ഒരു കർഷകനെ നമുക്ക് പരിചയപ്പെടാം. ഒട്ടേറെ സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങളും രാഷ്ട്രപതിയുടെ അവാർഡും നേടിയ ഷാജൻ വർഗീസ് പുന്നത്ത വാർത്താ തരംഗിണിയോട്. ഇടുക്കി ജില്ലയിലെ ഹൈറേഞ്ചിൽ മുനിയറ എന്ന സ്ഥലത്തെ ഒരു യുവ കർഷകനാണ് ഞാൻ. സ്പൈസസ് എല്ലാം നന്നായി വളരുന്ന ഒരു മനോഹരമായ പ്രദേശമാണ് കൊന്നത്തടി പഞ്ചായത്തിലെ മുനിയറ. ജാതികൃഷിയും ഏലകൃഷിയുമാണ് ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ പ്രധാന കൃഷി. എൻ്റെ കൃഷിയിൽ പ്രധാനം ജാതിയാണ്. അത്യുൽപാദന ശേഷിയുള്ള പുന്നത്താനം എന്ന ജാതിയിനുമാണ് എൻ്റെ കൃഷിയിടത്തിലെ ഹൈലൈറ്റ്. ഏറ്റവും വലിപ്പം കൂടിയ കായും പത്രിയും കൂടിയ ഉൽപാദന ശേഷിയുമാണ് ഇതിൻ്റെ പ്രത്യേകത. 2015 രാഷ്ട്രപതി അവാർഡും 2018 കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ മികച്ച ജാതി ഇനത്തിനുള്ള അവാർഡും ലഭിച്ചിട്ടുണ്ട്. കൂടാതെ 2023 കേരള കാർഷിക വകുപ്പിൻ്റെ യുവ കർഷക അവാർഡും എനിക്ക് ലഭിക്കുകയുണ്ടായത് കൃഷിയിൽ മുന്നോട്ട് പോകാനുള്ള ഊർജ്ജമായി. വികസനം ഏതൊക്കെ വഴിയിലൂടെ സഞ്ചരിച്ചാലും കൃഷിയുടെ മഹത്വം കുറയുന്നില്ല. കൃഷി രാജ്യത്തിൻ്റെ ജീവനാഡിയാണ്. നമ്മുടെ രാജ്യമായ ഇന്ത്യയിൽ മൊത്തം ജനസംഖ്യയിൽ പകുതിയിലേറെ പേരും കൃഷി മുഖ്യ തൊഴിലായി സ്വീകരിച്ചവരാണ്. എന്നാൽ വർദ്ധിച്ചു വരുന്ന കാർഷിക വൃത്തിയിലെ പ്രതിസന്ധികൾ കാരണം ഈ തൊഴിൽ മേഖല വിട്ടുപോകാനുള്ള പ്രേരണയാകുന്നു. ഇനി നമ്മുടെ കേരളത്തിൻ്റെ സ്ഥിതിയോ? സ്വന്തം അടുക്കളയിൽ എന്തെങ്കിലും പാകം ചെയ്യണമെങ്കിൽ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട ഗതിയാണ്. കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ കൃഷി നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ പൊട്ടിമുളയ്ക്കേണ്ടത് ആശുപത്രി കെട്ടിടങ്ങൾ അല്ല, മറിച്ച് കൃഷിഭൂമിയാണ്. ഈ അടുത്ത നാളുകളിൽ കാട്ടാനകളുടെയും മറ്റ് വന്യജീവികളുടെയും താണ്ഡവം കൃഷിക്കാരുടെ മേലും കൃഷി ചെയ്തിരിക്കുന്ന വിളകളിലുമാണ്. ഇത് നിയന്ത്രിച്ചില്ലെങ്കിൽ കൃഷിയിലേക്ക് യുവാക്കളെ തിരിച്ചുകൊണ്ടുവരുന്നതിനും രാജ്യത്തിൻ്റെ ഭക്ഷ്യ ആവശ്യങ്ങൾ നിറവേറ്റുന്നതും തടയപ്പെടാനിടയാക്കും. കൂടാതെ നാണ്യവിളകൾക്ക് വില സ്ഥിരതയുണ്ടാകാൻ ഗവൺമെൻറ് കൂടുതലായി ഇടപെടണം. നമ്മുടെ നാടിൻ്റെ ജീവനാഡിയായ കാർഷിക മേഖലയിൽ ഒരു പുതിയ ഉണർവ് കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടത് ജനതയുടെയും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. ഒരു കൃഷി ദിനത്തിൽ മാത്രം ആദരിക്കപ്പെടേണ്ടവർ അല്ല കർഷകർ. എല്ലാ ദിവസവും നമ്മൾ പ്രകൃതിയോടും പ്രതികൂല സാഹചര്യങ്ങളോടും പടവെട്ടുന്നു. അങ്ങനെയുള്ള കർഷകൻ എല്ലാ ദിവസവും ആദരിക്കപ്പെടേണ്ടവരാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പരമ്പരാഗത കാർഷിക രീതികളിൽ നിന്നും വ്യത്യസ്തമായി നൂതനാശയങ്ങൾ അവലംബിച്ചുകൊണ്ട് മറ്റ് കർഷകർക്ക് മാതൃകയായി തീർന്ന ഒട്ടേറെ പേർ നമുക്കിടയിലുണ്ട്. മികച്ച കർഷകനുള്ള സംസ്ഥാന പുരസ്കാരവും മറ്റ് ദേശീയ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുള്ള ആലപ്പുഴയിൽ നിന്നുള്ള കർഷകൻ സുജിത്ത് സ്വാമി നികർത്തിൽ തന്റെ അനുഭവങ്ങൾ വാർത്താ തരംഗിണിയോട് പങ്കുവച്ചു. കഴിഞ്ഞൊരു 12 വർഷമായിട്ട് കാർഷിക മേഖലയിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. തുടക്കത്തിലെ പരമ്പരാഗത രീതിയിലുള്ള കൃഷി മാത്രമാണ് അനുവർത്തിച്ചിരുന്നതെങ്കിൽ 1 വർഷത്തിന് ശേഷം പുതിയ പുതിയ കൃഷിസ്ഥലങ്ങളിലൊക്കെ പോയി കണ്ട് പഠിക്കാനും പുതിയ കൃഷി മുറകൾ ഇവിടെ അനുവർത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ മണ്ണ് ചൊരിമണ്ണാണ്. വളക്കൂർ കുറവാനുള്ള മണ്ണായതുകൊണ്ട് തന്നെ കൂടുതൽ ഓർഗാനിക് വളങ്ങൾ ഇട്ടുകൊടുത്തുള്ള കൃഷി രീതിയാണ് അവലംബിച്ച് പോകുന്നത്. മാത്രമല്ല വിഷരഹിതമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ നല്ല ഡിമാൻഡ് മിക്ക സമയത്തും ലഭിക്കാറുണ്ട്. മാത്രമല്ല 360 ദിവസവും വിളവെടുക്കാവുന്ന രീതിയായതുകൊണ്ട് തന്നെ ഇപ്പോഴും നമുക്ക് പച്ചക്കറി സുലഭമായിട്ട് നമുക്ക് ലഭിക്കാറുണ്ട്. അപ്പൊ ഈ കൊണ്ട് തന്നെ നമുക്ക് കാർഷിക മേഖലയിൽ നല്ലതായിട്ട് മുന്നേറാനായിട്ട് സാധിച്ചിട്ടുണ്ട്. 2014 സംസ്ഥാനത്തെ മികച്ച യുവകർഷകനായിട്ടും 2024 സംസ്ഥാന സർക്കാരിന്റെ ഹരിതമിത്ര പുരസ്കാരവും ലഭിക്കുകയുണ്ടായി. അപ്പൊ ഈ സമയത്തൊക്കെ നമുക്ക് കൂടുതൽ കാർഷിക മേഖലയിലേക്ക് സജീവമായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒരുപാട് കാലിലേക്ക് കാർഷിക മേഖലയിലെ പുതിയ ആശയങ്ങൾ എത്തിക്കാനായിട്ടും സാധിച്ചിട്ടുണ്ട്. വെറൈറ്റി ഫാർമർ എന്നുള്ള ചാനലിലൂടെ നമുക്ക് പുതിയ ആശയങ്ങൾ ഒരുപാട് ജനങ്ങളിലേക്കൊക്കെ എത്തിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് ഇവിടെ വന്ന് കൃഷി പഠിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. മറ്റുള്ള ജോലികളിലൊക്കെ പോയി അവിടെയൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ വരുമാനം കണ്ടെത്താൻ പറ്റാത്ത സാഹചര്യത്തിലാണ് 1 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കാർഷിക മേഖലയിലേക്ക് കടന്നു വരുന്നത്. രാജ്യസമൃദ്ധിക്ക് ഗണ്യമായ സംഭാവനകൾ നൽകുന്നവർ മാത്രമല്ല നമ്മുടെ കർഷകർ, അവർ നമ്മുടെ രക്ഷകരും കൂടിയാണ്. ലോകത്ത് 500 ദശലക്ഷത്തോളം വരുന്ന ചെറുകിട നാമമാത്ര കർഷകരുടെ അധ്വാന ഫലമായാണ് നാം ഇന്ന് പട്ടിണിയിലകപ്പെടാതെ മുന്നോട്ട് പോകുന്നത്. അന്നമൂട്ടാൻ മണ്ണിൽ വിയർപ്പൊഴുക്കുന്ന കർഷകർക്ക് നാം ഈ ദിനം സ്നേഹാദരങ്ങൾ അർപ്പിക്കുന്നു. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നമ്മുടെ അന്നദാതാക്കളെ ശാക്തീകരിക്കേണ്ടതിൻ്റെയും സംരക്ഷിക്കേണ്ടതിൻ്റെയും പ്രാധാന്യമാണ് ഓരോ ദേശീയ കർഷക ദിനവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.